ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ ബ്രഹ്മവിദ്യാ പഞ്ചകം എന്നുള്ള കൃതിയിൽ നമ്മളുടെ വേദത്തിലെ ഉപനിഷത്തിലെ പ്രധാനപ്പെട്ട 4 മഹാവാക്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നുണ്ട്. അവിടെ ഈ ബ്രഹ്മവിദ്യ ഗ്രഹിക്കുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയുടെ യോഗ്യതയെക്കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു വാക്യമാണ് തത്വമസി. ശബരിമല അയ്യപ്പൻ്റെ ആ ശ്രീകോവിലിൻ്റെ മുകളിലും തത്വമസി എന്ന് മഹാവാക്യം എഴുതി വച്ചിട്ടുണ്ട്. ആ മഹാവാക്യം ഛാന്തോക്യ ഉപനിഷത്തിൽ ആണ് പ്രതിപാദിക്കുന്നത്. അവിടെ ഉദ്വാലക മഹർഷി ആണ് തൻ്റെ മകന് വേണ്ടി ഈ ബ്രഹ്മവിദ്യ, ഈ തത്വമസി എന്നുള്ളത് ഉപദേശിക്കുന്നത്. അവിടുത്തെ ആ സന്ദർഭം ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നവർക്കും വേണ്ടുന്ന ഒരു യോഗ്യത ആ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ മകനെ അന്നത്തെ രീതി അനുസരിച്ച് വേറൊരു ഗുരുകുലത്തിലേക്ക്, വേറൊരു ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് ഈ ഉദ്വാലക മഹർഷി പറഞ്ഞയക്കുകയാണ്. കാരണം സ്വന്തം മകനെ പഠിപ്പിക്കുവാൻ അച്ഛന് അറിവില്ലാഞ്ഞിട്ടല്ല. പല മക്കളും അച്ഛൻ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മ പഠിപ്പിക്കുമ്പോൾ അതിന് വേണ്ടത്ര ഒരു ഗൗരവം കൊടുത്ത് പഠിക്കാറില്ല. ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ പോലും ഡോക്ടർ പ്രഗത്ഭനായിരിക്കാം, പക്ഷേ ഒരു ഓപ്പറേഷൻ തൻ്റെ മകനോ മകൾക്കോ വേണ്ടി അവർ ചെയ്യില്ല. അവർ പതറിപ്പോവും. തന്നെയല്ല, മക്കൾക്കും അതിൽ വേണ്ടത്ര വിശ്വാസം ഉണ്ടാവില്ല. അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. അച്ഛൻ വിദ്വാനാണ്, ജ്ഞാനിയാണ്, പക്ഷെ അത് മകനോ മകൾക്കോ അതറിയില്ല. അതുകൊണ്ട് വേറൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് 12 വർഷം, അന്ന് ഗുരുകുലവാസം 12 വർഷമാണ്, പഠിപ്പിക്കുവാനായിട്ട് അയച്ചു. മകൻ അവിടെ പഠിച്ചു. അവിടെ മകൻ മിടുമിടുക്കനായിരുന്നു. അങ്ങനെ പഠിപ്പ് കഴിഞ്ഞ് ആൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ദൂരെ നിന്ന് തന്നെ മകൻ വരുന്നത് ഈ പിതാവ് കണ്ടു. മകൻ്റെ വരവിൽ തന്നെ പിതാവിന് മനസ്സിലായി അവൻ കുറച്ച് അഹങ്കാരത്തോടു കൂടിയാണ് വരുന്നത്. ആ പഠിപ്പിൻ്റെ അഹങ്കാരം അവൻ്റെ ശരീരഭാഷയിൽ നേളിച്ചിരുന്നു. അതുകൊണ്ട് മകൻ അടുത്തു വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, മകനെ, നിനക്ക് ഏതൊരു വിദ്യയെക്കുറിച്ച് അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുമോ? ആ വിദ്യയെക്കുറിച്ച് നിൻ്റെ ഗുരുനാഥൻ നിന്നെ പഠിപ്പിച്ചിരുന്നു. ഈ ഒരു ചോദ്യം, ഈ ഒരു കഥാസന്ദർഭം ഇവിടെ മഹർഷി കൊണ്ടുവരുന്നതിൻ്റെ കാരണം പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ എളുപ്പത്തിന് വേണ്ടിയാണ്, ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ മകൻ സ്വാഭാവികമായിട്ട് പറയുകയാണ്, ഇല്ല, എൻ്റെ ഗുരുനാഥന് ആ വിദ്യയെക്കുറിച്ച് അറിയില്ല. കാരണം ഞാൻ ഗുരുനാഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്, ഞാൻ ക്ലാസ്സിൽ മിടുക്കനാണ്, ഫസ്റ്റാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വിദ്യ ഗുരുവിന് അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പഠിപ്പിക്കുമായിരുന്നു. അതൊരു നുണയാണ്. കാരണം മകന് മനസ്സിലായി അച്ഛൻ ഈ വിദ്യയെല്ലാം അറിയാം. അതുകൊണ്ട് ഗുരുനാഥന് അറിയാമെന്ന് പറഞ്ഞു പോയാൽ വീണ്ടും ഗുരുനാഥൻ്റെ അടുത്തേക്ക് ഇയാളെ അയക്കും. 12 വർഷം വീണ്ടും അവിടെ നിൽക്കേണ്ടി വരും. അത് ഒഴിവാക്കുവാനും അച്ഛൻ തന്നെ ഈ വിദ്യ ഉപദേശിക്കുവാനുമാണ് അയാൾ അങ്ങനെ ഒരു മറുപടി പറഞ്ഞത്. അപ്പോഴാണ് 9 പ്രാവശ്യം
ഈ തത്വമസിയെക്കുറിച്ച്, ഈ മഹാവാക്യത്തെക്കുറിച്ച് മഹർഷി ഉപദേശിക്കുന്നു. അത് നീ ആകുന്നു എന്നുള്ളതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. തത് എന്ന് പറഞ്ഞാൽ അത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ചൈതന്യം, അത് നീ തന്നെയാണ് എന്ന് 9 ഉദാഹരണങ്ങളിലൂടെ മഹർഷി പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പം നമ്മൾക്കും വേണ്ടുന്നത് ആ ഒരു ഔന്നത്യം, ഒരു ശിഷ്യനുണ്ടായിരിക്കേണ്ട ആ ഒരു ലാളിത്യം, അവനിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള അഹങ്കാരം. ഇവിടെയൊക്കെ ബ്രഹ്മവിദ്യ പഠിക്കുവാനായിട്ട്, ആത്മവിദ്യ പഠിക്കുവാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന ആ ഗുണം നമ്മളെ ഓർമ്മിപ്പിക്കുക. തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവനും അത് വ്യക്തമായി ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലും ആത്മോപദേശ ശതകത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ രീതിയിൽ അത് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.